ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹെയർ കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല കേൾസുള്ള ഹെയറാണ്, ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ ലെങ്ത് ഉള്ള ഹെയറാണ്. അപ്പം കുറച്ച് ലെങ്ത് കുറച്ചിട്ട് നല്ല തിക്കായിട്ട് കിടക്കണം, ചെറിയ വേവിയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ഹെയർ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ 1 വർഷത്തോളമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. അപ്പോൾ ഹെയർ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം നന്നായിട്ട് കൊഴിഞ്ഞിട്ട് പിന്നെ കിളിർത്ത് വന്നിട്ടുള്ള ഹെയറാണ് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഹെയർ ചെയ്യുന്നത്. അപ്പം ഡിയുടെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മെഡിസിൻ എടുക്കണം. അതുപോലെ നമ്മുടെ ഈ ക്രൗൺ ഏരിയ ഉണ്ടല്ലോ, ഈ ഭാഗത്തു നിന്നാണ് ഡിയുടെ കുറവിൽ ഏറ്റവും കൂടുതൽ ഹെയർ പോകുന്നത്. അപ്പോൾ അവിടെ കിളിർക്കത്തുമില്ല. കിളിർക്കാതിരിക്കുമ്പോൾ ബേബി ഹെയർ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം, മെഡിസിൻ എടുക്കണം, ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ മെഡിസിൻ എടുക്കണം. എന്നാൽ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പോൾ നല്ല കേൾസുള്ള ഹെയറും ഫ്രിസിയാണ് ഹെയർ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് ഹെയർ. അപ്പോൾ ലെയർ കട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഹെയറിനകത്ത്. കാരണം ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല. കാരണം ചുരുണ്ട ഹെയർ ആയതുകൊണ്ട് കേൾസുള്ള ഹെയർ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്താലും അത് ചുരുണ്ട് മുകളിലേക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒത്തിരി ലെങ്ത് കുറവായിട്ടാണ് തോന്നിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കെരാറ്റിൻ അപ്ലൈ ചെയ്ത് വെക്കുവാണ്. അപ്പം നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് 1/2 മണിക്കൂർ വെച്ചാൽ മതി. ഇത് അതിൽ കൂടുതൽ ടൈം വെക്കണം. കാരണം ഇത് വേറൊന്നും ചെയ്യാത്ത ഹെയർ അല്ലേ, അതുകൊണ്ട് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടുള്ള ഹെയർ അല്ല. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് 100% ഡ്രയർ കൊടുത്തിട്ട് നമ്മൾ അയൺ കൊടുക്കുകയാണ്. അയണിങ്ങിലും ബ്ലോ ഡ്രൈ ചെയ്യുന്നതിലും നമ്മുടെ ഹെയറിലേക്ക് അത് പിടിക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നെയിൽ പോളിഷിൻ്റെ ഒരു കോട്ടിങ് പോലാണ് ഈ കെരാറ്റിൻ നമ്മുടെ ഹെയർ പിടിക്കുന്നത്. നമ്മൾ നെയിൽ പോളിഷ് അടിക്കുന്ന പോലെ തന്നെ. അപ്പോൾ അത് ഓരോ വാഷ് കഴിയും തോറും ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിന് ഒരു 90 ദിവസം മാത്രമേ ഇതിന് നന്നായിട്ട് ഇത് നമ്മുടെ ഹെയറിൽ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് പോകും. പിന്നെ നമ്മൾ അടുത്തത് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കെരാറ്റിൻ്റെത് പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നതനുസരിച്ചിരിക്കും. ഹെയർ കളറൊക്കെ ചെയ്യാത്ത ഹെയറാണ് ലാസ്റ്റ് ചെയ്യും. ഇത് രണ്ടാമത്തെ ഹെയർ നല്ല ലെങ്തുള്ള ഹെയറാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം, നല്ല തിന്നായിട്ടുള്ള ഹെയറാണ്. കണ്ടോ, നല്ല തിന്ന ഹെയർ. അപ്പം സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണാം, ആ ഒരു ടൈപ്പ് ഹെയറാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നത്. ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, എന്നാലും കുറച്ചിട്ടുണ്ട്. കാരണം കുറച്ച് തിക്കായിട്ട് കിടക്കുകയും വേണം. എന്നാൽ ഒരു കേൾസ് കിട്ടണമെന്ന് പറഞ്ഞു. കേൾസ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് ഷോർട്ടാക്കിയെങ്കിലേ നമുക്ക് കേൾസ് കിട്ടത്തുള്ളൂ. ക്രൗൺ ഏരിയയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടി. അഴിച്ചിട്ടൊന്ന് അടക്കാം. ഇതാണ് മൂന്നാമത്തെ ഹെയർ. 1 വർഷമായി നമ്മുടെ അടുത്ത് വന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത ഹെയറാണിത്. അപ്പോൾ വൈറ്റമിൻ അന്നൊക്കെ സ്കാൽപ്പ് നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന ഒരു ഹെയർ എൻ്റെ കിട്ടിയത്. ഇപ്പോൾ സ്കാൽപ്പൊക്കെ അതൊക്കെ ഇപ്പോൾ മാറി, സ്കാൽപ്പിലൊക്കെ നിറച്ചും ഹെയർ കിളിർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിപ്പം അന്ന് വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം കൊഴിഞ്ഞു പോയിട്ട് പിന്നെ എല്ലാം പുതിയ ഹെയർ വന്നത്. ഇപ്പോൾ പുതിയ ഹെയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഹെയറായിട്ട് കിട്ടി. ഈ വൈറ്റമിൻ ഡിയുടെ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കൊഴിയാതെ കിട്ടും. അപ്പം വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ നെറുകേന്ന് ഹെയർ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആ ഭാഗത്ത് ബേബി ഹെയർ വന്നില്ലെങ്കിലും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യിക്കണം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.